എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് STCPay ഫിസിക്കൽ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം, അതിലെങ്ങനെയാണ് ഒരു പിന്ന് സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബക്കാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പണം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATM പോയി പണം വിഡ്രോ ചെയ്യാനുമെല്ലാം ഈ കാർഡിലൂടെ സാധിക്കുന്നതാണ്. ഈ STCPay ഫിസിക്കൽ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. STCPay ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴെയായി കാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ കാർഡാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലാസിക് മദ കാർഡാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ്. ഇത് കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ആക്റ്റീവ് കാർഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ 2 സ്റ്റെപ്പുകളിലൂടെ നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. കാർഡിൽ കാണുന്ന 16 അക്ക നമ്പറിൽ അവസാനത്തെ 4 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് അതുപോലെ കാർഡിൽ ഒരു പിന്നും സെറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാർഡ് ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാർഡിൻ്റെ 16 അക്ക നമ്പറിൽ അവസാനത്തെ 4 അക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഇടുക. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. യുവർ കാർഡ് ഈസ് ആക്ടിവേറ്റഡ് എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാർഡിൽ ഒരു പിന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാർഡ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജനറൽ സെറ്റിംഗ്സിൽ കാർഡ് പിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിന് പുതിയൊരു പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി പിൻ നമ്പർ സെറ്റ് ചെയ്യുക. പിൻ നമ്പർ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾ കൊടുത്ത പിൻ നമ്പർ സക്സസ്ഫുള്ളായിട്ട് ചേഞ്ച് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാർഡ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും അതുപോലെ ഓൺലൈൻ പർച്ചേസിനും ATM നിന്ന് പണം വിഡ്രോ ചെയ്യാനെല്ലാം ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നന്ദി, നമസ്കാരം.